ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇതിന് മെയിൻ ആയിട്ടൊരു പ്രോബ്ലം തോന്നി വെച്ചാൽ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വരില്ല. ജോജു ജോർജിന്റെ ഒരു ക്യാരക്ടറുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് ജോസഫ് എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ദൃശ്യം, ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ദൃശ്യത്തിൽ ജോർജൂട്ടി ഈ കേസിൽ നിന്നെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട്. ഒരു ജോസഫിലായാലും ജോസഫ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് നമുക്ക് ഇമോഷണൽ ഫീൽ വരും, ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും. ഇയാൾ ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നു, ഇയാൾക്ക് ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. ഇതിൽ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വന്നില്ല. അത്രയായിട്ട് ഇമോഷണലി നമുക്ക് കണക്ട് ആയിട്ടില്ല ആ ഒരു ക്യാരക്ടർ. ഓക്കെ, അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ട്രൂലി ഒരു ട്രാജഡിയാണ്, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇയാൾ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നു, അല്ലെ ഇയാൾ ഇതിന് പകരം വീട്ടേണ്ടിയിരുന്നു എന്നുള്ളൊരു അത്ര നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം 1-2 സോങ് കൂടി ആഡ് ചെയ്യായിരുന്നു അവിടെയൊക്കെ. ആ ഏരിയയിൽ ഏതൊരു സോങ് ആഡ് ചെയ്യായിരുന്നു. ആ സോങ്ങിന്റെ ഒക്കെ പോരായ്മ ഉണ്ട്. അപ്പൊ ടോട്ടലി നോക്കുമ്പോൾ ഒരു നല്ല പടം, ഒരു ഡീസന്റ് ക്രൈം ത്രില്ലർ. അപ്പൊ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക.